അങ്ങനെയുള്ള സാക്ഷി, അതാണ് ഈ സത്യമെന്നാണ് അഷ്ടാവക്രൻ പറഞ്ഞത്. രാഗദ്വേഷൗ മനോധർമ്മൗ നമനസ്തേ കദാചന നിർവികൽപ്പോസി ബോധാത്മാ നിർവികാര സുഖം ചരാം. രാഗദ്വേഷൗ മനോധർമ്മൗ നമനസ്തേ കദാചന നിർവികൽപ്പോസി ബോധാത്മാ നിർവികാര സുഖം ചരാം. രാഗദ്വേഷൗ മനോധർമ്മൗ ഭവതഃ തേ മനഃ കദാചന ന ഭവതി ത്വം നിർവികൽപഃ ബോധാത്മാ നിർവികാരഃ അസി ത്വം സുഖം ചര. നീ സുഖമായി ചരിച്ചാലും, സുഖമായി ചരിക്കുന്നതിന് എന്താ വഴി? രാഗദ്വേഷൗ, അവിടെ ദ്വിവചനമാണ്. രാഗവും ദ്വേഷവും രണ്ടും. മനോധർമ്മൗ ഭവതഃ, പ്രാകൃത മനസ്സിന്റെ ധർമ്മങ്ങളാണ്. രണ്ടും മനസ്സിന്റെ ധർമ്മമാണ്. രാഗം മനസ്സിന്റെ ധർമ്മമാണ്. ശരീരത്തിലേക്ക് അത് വളർന്നു വലുതാകുന്നതാണ്. രാഗം മനോധർമ്മമാണ്, ദ്വേഷവും മനോധർമ്മമാണ്. രാഗവും ദ്വേഷവും രണ്ടു മനോധർമ്മങ്ങളാകുന്നു. നിനക്ക് മനഃ കദാചനഃ ന ഭവതി, മനസ്സൊരിക്കലുമില്ല. മനസ്സ് ഉണ്ട് എങ്കിൽ ധർമ്മമുണ്ട്. മനസ്സിന്റെ ധർമ്മമാണ് രാഗവും ദ്വേഷവും. മനസ്സുള്ളിടത്തോളം കാലം ഉണ്ടാവും. മനസ്സുണ്ടോ രാഗമുണ്ട്, മനസ്സുണ്ടോ ദ്വേഷമുണ്ട്. മനസ്സ് മൃതമായാൽ രാഗവുമില്ല ദ്വേഷവുമില്ല. ആത്മബോധസ്വരൂപനായ നിനക്ക് മനസ്സില്ല. അതുകൊണ്ട് മനസ്സ് ഉണ്ടായാൽ മനോധർമ്മങ്ങളും ഉണ്ടാവും. മനോധർമ്മങ്ങളായ രാഗദ്വേഷങ്ങൾ ഇല്ലാതാകണമെങ്കിൽ മനസ്സില്ലാതാകണം, മൃത മനസ്സാകണം. മനസ്സ് സങ്കല്പങ്ങളും വികല്പങ്ങളുമാണ്. സങ്കല്പങ്ങളും വികല്പങ്ങളും വാസനാ നിർമ്മിതങ്ങളാണ്. വാസനകൾ എന്നുവരെയുണ്ടോ അന്നുവരെ സങ്കല്പങ്ങളുണ്ട്, വികല്പങ്ങളുമുണ്ട്. അതറിയാനൊരു എളുപ്പവഴിയുണ്ട്, മനസ്സുണ്ടോന്ന്. മനസ്സില്ലാതാക്കാനും ഒരു എളുപ്പവഴിയുണ്ട്. വെറുതെ ഇരുന്ന് നോക്കിയാൽ മതി. വെറുതെ ഒന്നിരിക്കാൻ തീരുമാനിച്ചാൽ മതി. വെറുതെ ഇരിക്കാനൊരുത്തന് പറ്റുകില്ലെങ്കിൽ മനസ്സുണ്ടെന്ന് തീരുമാനിക്കുക. കയറി കണ്ണടച്ചിരിക്കുക, ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിക്കുക, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും പ്രവൃത്തിയെടുക്കാതിരിക്കുക. മനസ്സ് ഇന്ദ്രിയ ശക്തിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വെറുതെ ഇരുന്നാൽ പണിയെടുക്കാൻ മനസ്സ് തുടങ്ങുമെങ്കിൽ നിർവിഷയമല്ല മനസ്സ്. മനസ്സുണ്ട്. മനസ്സുള്ളിടത്തോളം കാലം സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ട്. സങ്കല്പങ്ങളും വികല്പങ്ങളും ഉള്ളിടത്തോളം കാലം രാഗദ്വേഷങ്ങളുണ്ട്. രാഗദ്വേഷങ്ങളുണ്ടെങ്കിൽ സുഖദുഃഖങ്ങളുണ്ട്. മനസ്സുള്ളവൻ സുഖദുഃഖങ്ങളില്ലാതിരിക്കാൻ പണിയെടുത്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. മനക്കൽപ്പിതങ്ങളാണ് സുഖങ്ങളും ദുഃഖങ്ങളും. മൃതമനസ്സായിത്തീർന്നാൽ സുഖവുമില്ല ദുഃഖവുമില്ല. അതുകൊണ്ട് മനസ്സിലായി കളി മുഴുവൻ. ബന്ധങ്ങളും മോക്ഷങ്ങളും എല്ലാം മനസ്സിൻ്റെതാണ്. ഇപ്പൊ രാഗവും ദ്വേഷവും പ്രാകൃതമായ മനസ്സിന്റെ ധർമ്മമാണ്. നിനക്ക് മനസ്സില്ല, അതാ പഠിക്കേണ്ടത്. മനസ്സിനെ ഇല്ലാതാക്കാൻ പഠിക്കണം. നീ നിർവികൽപഃ, നീ വികൽപ്പങ്ങളില്ലാത്തവനാകുന്നു. നിർവികൽപ്പനും നിരാബാധനും
ബോധസ്വരൂപനും മായാവികാരരഹിതനുമാകുന്നു. നിർവികാരിയും നിർവികൽപ്പനും. വികാരങ്ങളെല്ലാം മായയുടെയാണ്. പാല് തൈരാകുന്നത് വികാരം കൊണ്ടാണ്. കർമ്മത്തിൽ വികാരമുണ്ട്, കർമ്മത്തിൽ സംയോഗമുണ്ട്. ഇപ്പൊ കർമ്മത്തിന് പല ഭാവങ്ങളുണ്ട്. അതിലൊന്നാണ് വികാരം. വികാരമുണ്ടാക്കുന്നതും മനസ്സു തന്നെയാണ്. അത് ക്രമമായിട്ടാണ് പോകുന്നത്. ഒന്ന് വാസനകൾ, അതിൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അതിനനുസരിച്ചുള്ള ചിന്തകൾ, അതിനനുസരിച്ചുള്ള വികാരങ്ങൾ, അതിനനുസരിച്ചുള്ള ക്രിയകൾ, അതിനനുസരിച്ചുള്ള കർത്തൃത്വം, അതിനനുസരിച്ചുള്ള വൈകാരികത, വൈചാരികത, ഇവയെല്ലാം ചേർന്നതാണ് ഈ ജീവിതം. യാതൊരുവൻ അതിന് കാരണമായ വാസനയെ ക്ഷയിപ്പിക്കുന്നു, മനസ്സിനെ അവൻ ഇല്ലാതാക്കുന്നു, അവൻ സുഖിയായിത്തീരുന്നു. ഇപ്പൊ നിനക്കൊരിക്കലും മനസ്സില്ല ജനക. മനസ്സുണ്ട് എന്ന തോന്നലാണ് നിന്റെ വിചാരം. അത് തന്നെയാണ് നിന്റെ വികാരം. മനസ്സിനെ ഇല്ലാതാക്കാൻ അതില്ല. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്നുള്ള ഭ്രമമാണ്. മനസ്സ് തന്നെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സങ്കല്പങ്ങൾ? ആദ്യം മനസ്സ് സങ്കല്പിക്കണം. സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനെ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വസ്തുവായിത്തീരണം. സൃഷ്ടിക്കുന്നത് മുഴുവൻ മനസ്സാണ്. ഇല്ലാത്ത മനസ്സിന്റെ സൃഷ്ടിയാണ് ഇല്ലാത്ത ഈ ജഗത്ത്. അതൊക്കെ സജീവമാണ്. ഈ ജഗത്തെന്ന് പറയുമ്പോൾ സമഷ്ടിപൂർവകമായ ജഗത്ത്, വ്യഷ്ടിപൂർവമായ ജഗത്ത്. സമഷ്ടിപൂർവമായ ജഗത്ത് പങ്കുവെക്കാവുന്ന വിധത്തിൽ ഒന്നിച്ച് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് കസേരയും മണ്ണും കല്ലും ഒക്കെ നമ്മൾ ഒന്നിച്ചനുഭവിക്കുന്നു. വ്യഷ്ടിയിൽ ഉണ്ടാക്കിയ ജഗത്ത് വ്യഷ്ടിപൂർവകമാകയാൽ ഒന്നിച്ചല്ല അനുഭവിക്കുന്ന, ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. നിങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും കാണുന്നതും കേൾക്കുന്നതുമായ ജഗത്ത് മറ്റൊരാൾക്ക് അനുഭവമുള്ളതല്ല. എന്നാൽ നിങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്നതെല്ലാം മറ്റൊരാൾക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഒരാളുടെ ജഗത്തിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ല. അത് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഒരാളുടെ ലോകത്തേക്ക് മറ്റൊരാൾക്ക് പ്രവേശനം ഇല്ല. ആ ജഗത്തെ വേറെയാണ്. ഒരുമിച്ച് ഒരു കുടക്കീഴിലായിരിക്കും സഞ്ചരിക്കുന്നത്, ഒന്നിച്ചായിരിക്കും ജീവിക്കുന്നത്, ഒന്നിച്ചായിരിക്കും ആശയവിനിമയം ചെയ്യുന്നത്, ഒന്നിച്ചായിരിക്കും ആഹാരം കഴിക്കുന്നത്, ഒക്കെ ആയിരിക്കും. പക്ഷെ ജഗത്ത് വേറെയാണ്. അത് അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ആനന്ദമായിരിക്കും. ചിലരത് അറിഞ്ഞ് ജീവിക്കില്ല. എൻ്റെ ജഗത്ത് പോലെ തന്നെ ആയിരിക്കണം അവരൻ്റെ ജഗത്ത് എന്ന് സങ്കല്പിച്ച് ഇടപെടാൻ തുടങ്ങും. അടിയാവും. അത് വളരെ രസമാണ്. ഒരുത്തനെ പറ്റി ഒരു പരദൂഷണവും പറഞ്ഞ് ഉള്ളൊരു ജഗത്തിൽ ജീവിക്കുന്ന ഒരാൾ അതും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മറ്റേയാൾ അയാളുടെ ഗുണങ്ങളാണ് പറയുന്നതെങ്കിൽ, ആ ജഗത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ മനസ്സിലായില്ല. എന്നാ പോയി അവിടെ പോയി താമസിച്ചോളാൻ പറയും. ഇത് വളരെ വിചിത്രമാണ്. ആരെങ്കിലും ഇപ്പം ഇന്ന് ഈ ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വിളമ്പി കൊടുക്കുന്ന സമയത്ത് സ്നേഹത്തോടെ ഒരു ആണോ പെണ്ണോ വിളമ്പി കൊടുത്താൽ
കഴിക്കുന്ന ഒരുത്തൻ വീട്ടിൽ ചെന്നിട്ട് പറയും, എത്ര സ്നേഹത്തോടെയാണ് വിളമ്പി തന്നത്, നിനക്കും അങ്ങനെ ഒന്നും ആയിക്കൂടെ, എന്നാൽ പോയി അങ്ങനെ താമസിക്കും. മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ്. ശരിയല്ല. ആ ജഗത്ത് ഇഷ്ടപ്പെടുകയില്ല. രണ്ടും രണ്ട് ജഗത്താണ്. ഇങ്ങനെ കലഹം ഉണ്ടാക്കാനായി വരവും പോക്കുമൊക്കെ പ്രയോജനപ്പെടുക. ശരിയല്ല. നിനക്കും അങ്ങനെയൊക്കെ ഒന്ന് പെരുമാറിയാൽ എന്താണ്? മനുഷ്യരോട് ഒരുമാതിരി നേരാമണ്ണം പെരുമാറാനറിയാതെ എത്ര മാന്യമായിട്ടാണ് അവർ പെരുമാറും. അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക നല്ലത്. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവിടെ പലരും പറയുന്നത് ഞാൻ കേട്ടതാ, മനസ്സിലായില്ല. പിന്നെ അതിനായി ഒരു വഴക്ക്, പിന്നെ പറക്കും തെളിവുകളും. ശരിയല്ല. ഇപ്പം ഈ നിലാവുള്ള സമയമല്ലേ? അപ്പം ഇങ്ങനെ പറക്കും തെളിവുകളും തിളങ്ങുന്ന സാധനമൊക്കെ ഇങ്ങനെ എറിയ എന്നുള്ള പദമൊക്കെ പറയുന്നത് വളരെ മോശം. നമ്മൾ ആ ജഗത്തൊക്കെ ഒരുമാതിരി ഭംഗിയായി വർണ്ണിക്കണ്ടേ? ആ സമയത്ത് തള്ളക്കിട്ടൊരു തല്ലു വരുമ്പോൾ പിള്ളയെടുക്കും ഭോഷി എന്നൊക്കെയുള്ള മട്ടിലുള്ള വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ലോകം. ഇതിന് കാരണം ജഗത്തിലാണ്. ഓരോരുത്തരും അവരവരുടെ ജഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വികല്പങ്ങളെല്ലാം ഉണ്ടാവും. മറിച്ച് നിനക്ക് മനസ്സില്ലാതായാൽ നിർവികൽപ്പമാവും. നീ ബോധാത്മാവാകും, നിർവികാരനാവും, മായാ വികാരരഹിതനാവും. യാതൊരു മായയും നിന്നെ പിടികൂടുകയില്ല. വികാരങ്ങളൊന്നും നിനക്കില്ലാത്തവനാവും. അതുകൊണ്ട് നീ അങ്ങനെ സുഖമായി ജീവിക്കൂ. സുഖം ചര. സുഖമായി ജീവിക്കാനുള്ള ഏക വഴി ഇതാണ്, മനസ്സില്ലാതാക്കുക. അതായത് ലോകമൊന്നും വെട്ടിപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് മനസ്സ് കൂടെ ഇല്ലെങ്കിൽ ഇത് മുഴുവൻ പെറുക്കിക്കളയാനേ പറ്റും. ഒരു സമയത്തെ മനസ്സുകൊണ്ട് ഉള്ള മാങ്ങ മുഴുവൻ മേടിച്ചു. മാമ്പഴം, നല്ല മാമ്പഴം 2 മേടിച്ചുകൊണ്ട് പോവാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കടക്കാരൻ ചോദിച്ചു, മനസ്സിനെ അങ്ങ് പൊക്കിയാൽ നല്ല വെറൈറ്റിയാണ്, കൊച്ചമ്മ ഇനി വരികയില്ല, അടുത്ത ആഴ്ച വരുമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇത് അവസാനത്തെ ലോട്ടാണ്, ഇനി വരികയില്ലെന്നാണ് ഹോൾസെയിലേഴ്സ് പറഞ്ഞത്. ഉടനെ ഭർത്താവിനോട് പറഞ്ഞു, 10 കിലോ മേടിച്ചേക്കാം. 10 കിലോ മാമ്പഴം 10 കിലോ മേടിച്ച് കാറേ കയറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സ് വേറൊന്നായി പോയതുകൊണ്ട് കാറിൻ്റെ ഡിക്കിയിൽ ഇത് കിടന്നു. എടുത്തു വച്ചില്ല. ഭാര്യ എടുത്തു വെച്ചു എന്ന് ഭർത്താവ് വിചാരിച്ചു, ഭർത്താവ് എടുത്തു വെച്ചു എന്ന് ഭാര്യ വിചാരിച്ചു. മനസ്സങ്ങനെയാണ്. രണ്ടുപേരും നിത്യനിദാന കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോയി. അതിനിടയ്ക്കാണ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ആരോ ഒരാളൊരു മാമ്പഴം കൊണ്ടുവന്നു. അപ്പം ആ മാമ്പഴം സ്പെഷ്യൽ ഇന്നിടത്തുനിന്ന്, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കാറയിൽ കുറേ സിന്ദൂരി മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സിന്ദൂരി നാണോ? സിന്ദൂരി തന്നെയാ, മേടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചേ, നിന്റെ തന്തയുടെ കാര്യം ഒന്നും പറയണ്ട. ഒരു ബോധവും ഇല്ലാത്ത മനുഷ്യൻ. മനസ്സിലായില്ല? ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ. ശരി, അത് ശരിയാ. അതോർത്താ ചിരിച്ചു. രക്ഷപ്പെട്ടു. അപ്പൊ ഗംഭീരമായൊരു ലോകത്തേക്കാവണത്. അപ്പൊ ഇത് കഴിഞ്ഞു, പോയി തുറന്നപ്പോ ഇത് ചീഞ്ഞ് നാറുകയാണ്. ഇനി ഇത് കഴുകിക്കളയും കൂടെ വേണം. ഇങ്ങനെ എത്രയായിരം ലോകങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. 1 2 ലോകമല്ല. മനസ്സിങ്ങനെ ലോകങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആ ലോകങ്ങളിലൊക്കെയാ ജീവിക്കുക. ഒരു ലോകവും മറ്റൊരു ലോകവും തമ്മിലുള്ള അടിയുണ്ടാവും. മറിച്ച് നീ എപ്പോഴാണോ മനസ്സില്ലാത്തവനാകുന്നത്, അത് വന്നാൽ രക്ഷയായി. അതിൽ രാഗം. ഏതൊന്നാണോ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതിതമായ ദേശം, ഏതൊന്നാണോ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതിതമായ കാലം,
ഏതൊന്നാണോ ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരമായ വിഷയം, ഇന്ദ്രിയപ്രിയം വിഷയത്തില്, ദേശത്തില്, കാലത്തില് വന്നാൽ അതിന് രാഗമെന്ന് പറയും. പ്രിയ വിഷയാനുശയി രാഗ, പ്രിയ കാലാനുശയി രാഗ, പ്രിയ ദേശാനുശായി രാഗ. രാഗം ദേശം, കാലം, വിഷയം. പ്രതിപ്രിയമുണ്ട്. ഇപ്പൊ പ്രിയത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ. നല്ല തണുപ്പില് ചൂട് പ്രിയാവും. മനസ്സിലായില്ല? നല്ല തണുപ്പ് കാലത്ത് ചൂട് പ്രിയാവും, നല്ല ചൂട് കാലത്ത് തണുപ്പ് പ്രിയാവും. ഏതൊന്നു പ്രാപ്യമായാൽ അതിൽ അപ്രിയം വരും, അപ്രാപ്യത്തിൽ പ്രിയം വരും. ഏതൊരു ദേശത്ത് ചെന്ന് താമസിക്കുന്നുവോ ആ ദേശത്തോട് അപ്രിയം വരും, പുതുതായി ചെല്ലുന്നിടത്ത് പ്രിയം വരും. ഇതൊരു വൈകല്യമാണ്, ജന്മവൈകല്യം. ഇത് മനുഷ്യന് മൃത്യുകാലമാണ്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വന്നവർക്കെല്ലാം പുഴയും വത്സന്റെ വീടും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ശരിയല്ല? ചിലരൊക്കെ ചോദിക്കുകയും ചെയ്തു വത്സനോട്, ഇവിടെ അടുത്ത് എന്ത് വില വരും? വത്സൻ പലരോടും വില കയറ്റിയാ പറഞ്ഞു. 10 ലക്ഷം 15 ലക്ഷമൊക്കെ ആകും സെന്റിനെന്നാണ് പറഞ്ഞു. പറയാൻ കാരണമുണ്ട്. കാരണം നിങ്ങൾ വന്നാൽ ഈ നാട് പോക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. രാവിലെ ചിലരൊക്കെ ചോദിക്കുമ്പോൾ വത്സം മോളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു, 10 ലക്ഷം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോട്ടെ, നിങ്ങളുടെ നാട്ടിലോ ജീവിക്കാൻ പറ്റാതെ. ചെവിയോടോ മറ്റോ ആണോടാ പറഞ്ഞു. അപ്പൊ ഇതിന് കാരണം അതാണ്. ദേശം അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. കിട്ടിയിട്ടുണ്ടല്ലേ? സമാനായി. ഭാര്യയെ കൊണ്ട് കേൾപ്പിക്കാനാണോടാ. അപ്പോ ഏത് ദേശത്തിൽ നിൽക്കുവോ അത് ഇഷ്ടപ്പെടാതില്ല. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. വീട്ടിൽ അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീരെ രുചിക്കാതെ വരിക. അയൽവക്കത്തെ ആൻറ്റി വിളിച്ചാൽ, അല്ലെങ്കിൽ കഴിക്കാറാകുമ്പോൾ ആൻറ്റിൻ്റെ അടുക്ക പോയി കഴിച്ചാൽ ഒരു സുഖം തോന്നുക. ഈ കാലഘട്ടം കുട്ടികളുടെയും മറ്റുള്ളവരുടെയൊക്കെ മനസ്സിന്റെ പ്രത്യേകതയാണ്. ഭാര്യയോട് വർത്തമാനം പറയുമ്പോഴൊക്കെ ദേഷ്യം വരിക. അടുത്തുള്ളവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ തേനൂറുന്ന പോലെ വർത്തമാനം പറയുക. ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ്. ശരിയാണോ ഇതൊക്കെ? പൊതുവെ ശരിയാണോ? ആരെങ്കിലുമായി കൂട്ടുകൂടിയാൽ അവനുമായി എപ്പോഴും ഉടക്കുണ്ടാക്കുക. അതിനിടയിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവരെ പ്രശംസിച്ച് അവരുടെ കൂടെ കൂടുക. ഒരുതരം പ്രകൃതി വൈരുദ്ധ്യം ജനിതകങ്ങളിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ഒരു സമഷ്ടി വിനാശത്തിന്റെ കാലമാണ്. ഇല്ല, ഇത് സമഷ്ടി വിനാശത്തിന്റെ കാലമാണ്. സമഷ്ടി ഒന്നാകെ നശിക്കാറാകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംവേദനം വരുന്നത്. സമഷ്ടി വിനാശം അടുക്കുമ്പോൾ ജീവികളിൽ അതിന്റെ ചോദന കാണും. പഴയകാലത്തെ കുട്ടി വെളിയിലുള്ള ആളുകളുടെ കയ്യിലേക്ക് ചാടിപ്പോവില്ല. മനസ്സിലായില്ല? വളരെ പരിചയം വന്നാലേ ആ മടി കയറുള്ളൂ. മനസ്സിലായില്ല? പഴയ കാലത്തെ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കും. അച്ഛൻ്റെ കയ്യിലേക്ക് പോകാൻ തന്നെ ആദ്യം മടിയാണ്. പിന്നെ അമ്മ പതുക്കെ സ്നേഹം കാണിച്ചാണ് അച്ഛൻ്റെ കയ്യിൽ പോലും ഒന്ന് എത്തിക്കുന്നത്. ഇന്ന് ഒരു കുട്ടി ജനിച്ചു വീണാൽ അതിനെ അമ്മ എടുത്താൽ കരയും, അച്ഛൻ എടുത്താൽ കരയും.
അയൽവക്കംകാരൻ വന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട്. ശരിയല്ല. ഞാൻ പറയുന്നത് വല്ലതും തെറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എൻ്റെ ഒബ്സർവേഷൻ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ സംശയമാണ് പറയാം, ചോദിക്കാം. ഏതാ സംശയമാണെങ്കിൽ ചോദിക്കാം. അത്തരമൊരു തലം ജീവിതത്തിന്റെ എല്ലാ മാതൃക, അതായത് പ്രാപ്തത്തെ നിഷേധിക്കുന്ന ഒരു മനസ്സ്, കയ്യിലുള്ളത് പോരാത്തതാണെന്നുള്ളൊരു തോന്നൽ, സാമാജികതയുടെ എല്ലാ രംഗങ്ങളിലുമുണ്ട്. കുട്ടികളെ എടുത്ത് നോക്കിയാലോ, അതെ, എൻ്റെ അച്ഛൻ ശരിയല്ല, എൻ്റെ അമ്മ ശരിയല്ല, നിങ്ങൾ വളരെ നല്ലയാളാണ്. അങ്ങനെയില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പോരായ്മയുടെ ദർശനം ആധുനികന്റെ മുഖമുദ്രയായി തീർന്നിട്ടുണ്ട്. അതൊരു ആതുര സംസ്കൃതിയുടെ ബാക്കി പത്രമാണ്. മാനവ മനസ്സിന്റെ വലിയൊരു പരിണാമമാണ്. സർവനാശത്തിന്റെ കേദാരവുമാണ്. പഴയ കാലത്ത് താൻ ജനിച്ച മണ്ണിനോടുള്ളൊരു മമത ശരിയല്ല, അതൊന്നില്ല. തന്റെ ദേശത്തോടുള്ളൊരു സ്നേഹം അതില്ല. അന്യദേശത്തിലാണ് തന്റെ സങ്കല്പം. അന്യമായവ ഉത്തമമാവുകയും സ്വന്തമായവ അധമമാവുകയും ചെയ്യുക. ഏതെങ്കിലും ദേശത്തോടെ, ഏതെങ്കിലും കാലത്തോടെ, ഏതെങ്കിലും വസ്തുവിനോട് തോന്നുന്ന പ്രിയത്തെയാണ്, ഇന്ദ്രിയങ്ങളുടെ പ്രിയത്തെയാണ് രാഗമെന്ന് പറയുന്നത്. രാഗം നിയതമാണെങ്കിൽ അത് വാസനാപൂർവക രാഗമാണ്, നിയതമായ രാഗം. ഏതച്ഛനിൽ ജനിച്ചുവോ അത് പൂർവജന്മാർജിത രാഗം കൊണ്ട് ജനിച്ചതാണ്. അതിൽ തൃപ്തി വന്നാൽ രാഗം തീരും. അതിൽ അതൃപ്തി വരികയും അന്യനിൽ തൃപ്തി വരികയും ചെയ്താൽ ജനിമരണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാവും, തീരില്ല. വിധിയാവണ്ണം ആശ്രമോ ബ്രാഹ്മമോ പ്രാജാപത്യമോ ആയി വിവാഹം കഴിച്ച ഭാര്യയിൽ തൃപ്തി വന്നാൽ, ഭർത്താവിൽ തൃപ്തി വന്നാൽ ഈ ജന്മം കൊണ്ട് രക്ഷപ്പെടും. അതിൽ അതൃപ്തി വന്ന് അന്യനിൽ പ്രീതി വന്നാൽ ഇനിയും എത്രയോ ജന്മങ്ങൾ, എത്രയോ ക്ലേശങ്ങൾ. രസം ഇന്ന് സങ്കല്പിച്ച് നാളെ അവരുടെ കൂടെ ജനിച്ച് വീണ്ടും അത് അതൃപ്തമാകുമ്പോൾ വീണ്ടും സങ്കല്പിക്കണം. മനസ്സിലായില്ല. രസം എന്താണെന്ന് വിചാരിച്ചാൽ, പുറത്തുനിന്ന് വന്ന ഒരാളോട് പ്രിയം തോന്നി, അവിടെയും രണ്ടുപേരും ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അപ്രിയം തോന്നിയത് ഇയാൾ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നാണ്, നമുക്ക് അപ്രിയം തോന്നിയത് ഇവൾ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നാണ്. അങ്ങനെയാണ് ന്യായം പറയുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ പഴയ കാലത്ത് മാറ്റച്ചന്തകളുണ്ടായിരുന്നു. മനസ്സിലായില്ല, കേട്ടിട്ടില്ല. മാറ്റി കാളയെ കൊടുത്ത് മത്തങ്ങ വാങ്ങിക്കുക, മത്തങ്ങ കൊടുത്ത് കോഴിയെ വാങ്ങിക്കുക, മാറ്റച്ചന്ത എന്ന് പറയും. കേട്ടിട്ടില്ല. മനുഷ്യനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു മാറ്റച്ചന്ത ഉണ്ടാക്കിയാൽ 2 ആഴ്ച കൊണ്ട് മനസ്സിലാവും ഇതെല്ലാം ഒരുപോലാണ്. ചിലപ്പോൾ കൂടുതലും മനസ്സിലാവും. ഒറ്റാലി കിടന്നതിനേക്കാൾ കൂടിയതാണ്. അങ്ങനൊരു ചൊല്ലില്ലേ, കേട്ടിട്ടില്ല? അതുകൊണ്ടൊന്ന് ആലോചിക്കാവുന്നതാണ് ഒരു മാറ്റച്ചന്ത. നിങ്ങളൊക്കെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നു. ടോള് പിരിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. ഒരു മാറ്റച്ചന്ത ഉണ്ടാക്കിയാൽ മിക്കവാറും നല്ല തുക കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏതൊന്നാണോ ഇന്ദ്രിയപ്രീതി
തരുന്ന ദേശം, കാലം, വിഷയം, അത് രാഗം. ഏതൊന്നാണോ ഇന്ദ്രിയപ്രീതിക്ക് തടസ്സം നിൽക്കുന്ന ദേശകാല വിഷയം, അത് ദ്വേഷം. ഒരിന്ദ്രിയത്തിന്റെ പ്രീതി നടപ്പാകാത്ത എല്ലാത്തിനോടും ഉള്ളത് ദ്വേഷം. രാഗവും ദ്വേഷവും രണ്ടും. വീണ്ടും അടുത്ത ശ്ലോകം.